ആദ്യം തന്നെ നട്ട്സാണ് എടുത്തിരിക്കുന്നത്. അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ബദാം, ഈന്തപ്പഴം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കൂടെ കടലപ്പരിപ്പ്, 2 സീഡ്സ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. ആദ്യം തന്നെ നല്ല അടി കട്ടിയുള്ളൊരു പാൻ എടുത്ത് സ്റ്റവിൽ വെച്ച് ചൂടാക്കുക. ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ മക്കാന അല്ലെങ്കിൽ പിസ്ത ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് എടുക്കാഞ്ഞത്. ഇത്രയും നട്ട്സ് ചേർത്ത് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ ചൂടാക്കി എടുക്കുക. ഞാനിവിടെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ എടുത്തിട്ടുള്ളൂ. കുട്ടിക്ക് വേണ്ടി ഇന്ന് തന്നെ എടുക്കാനായിട്ടുള്ളത് കൊണ്ടാണ് കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ ചൂടാക്കി കൊടുക്കുക. ഇത് ഒരുവിധം നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഇത് ആറിയിട്ട് നമ്മളൊരു ജാർ എടുക്കുക. നല്ല വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത നല്ലൊരു ജാർ എടുത്തിട്ട് അതിലേക്ക് ഇതെല്ലാം കൂടെ മാറ്റി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നല്ല ഫൈൻ പൗഡറായിട്ട് വേണേൽ പൊടിച്ചെടുക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ കുറച്ച് കടിക്കാനൊക്കെ വേണമെങ്കിൽ അങ്ങനെ പൊടിച്ചെടുക്കാം. ഇപ്പം എന്താ നല്ല ഫൈൻ പൗഡറായി കിട്ടിയിട്ടുണ്ട്. ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ സെയിം ജാറിൽ തന്നെ ഞാൻ ഈന്തപ്പഴം നല്ല രീതിയിൽ അരച്ചെടുക്കുന്നുണ്ട്. ഈ ഈന്തപ്പഴം ഈ പൊടിച്ചു വെച്ച പൊടിയിലോട്ട് ആക്കി കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി എടുക്കുക. നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് ശേഷം ചെറിയ ചെറിയ ഉണ്ടകളാക്കി ഞാൻ മാറ്റുന്നുണ്ട്. കുഞ്ഞിന് വേണ്ടി ആയതുകൊണ്ട് വളരെ ചെറുതായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ഡേറ്റ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്.